10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന് ഇപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറെ നിർണായകമാണ്. എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിച്ചേ മതിയാവൂ എന്നുള്ളത് അവരുടെ കൃത്യമായ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴെന്നല്ല, നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ആ പ്രവർത്തനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു എന്ന് ആ വിജയം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോ VD സതീശൻ നടത്തുന്ന പുതുയുഗ യാത്ര അതിലേക്കുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ്, തെളിവുമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ആ പുതുയുഗ യാത്രയിലെ കോൺഗ്രസിന്റെ ആ ഒരു ഇംപ്ലിമെന്റേഷൻ, ആ യാത്ര നടക്കുന്ന ഒരു രീതിയും ജനപങ്കാളിത്തവും ജനങ്ങളുടെ ഒരു പ്രതികരണവും എല്ലാം സൂചിപ്പിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും ശരി UDF അധികാരത്തിൽ എത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ്. അതില് പ്രധാന മുദ്രാവാക്യങ്ങൾ തന്നെ അഴിമതിമുക്ത കേരളം എന്നും ജനകീയ വിചാരണയും എന്ന് തന്നെയാണ്. ഇത് കുറിക്കുകൊള്ളുന്നതാണ്. കാരണം ഈ നീണ്ട 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണവും ആ ഭരണത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം, ജനങ്ങളിലുള്ള ആ ഭരണവിരുദ്ധ വികാരത്തെയും മാക്സിമം പുറത്തേക്കെടുക്കാനും ഉള്ള ആ ഒരു അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ ഈ UDF ഉയർത്തിയിരിക്കുന്നത്. കാരണം രണ്ടാം പിണറായി സർക്കാർ വരുന്നത് ആ കോവിഡ് പാൻഡമിക് ആ ഒരു കണ്ടീഷനിലായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ തന്നെ പലവിധ അഴിമതികളും പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയൊരു കെട്ടകാലമായിരുന്നു ആ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത് കേരളം മുഴുവൻ കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ആയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരായ ജനങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? അവർക്ക് കിറ്റ് കൊടുക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ആ ഒരു സമയത്ത് ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. അത് ഈ സർക്കാർ എന്നല്ല, ഭരണത്തിലെ ഏത് സർക്കാർ ചെയ്യണം. അപ്പൊ ആ കാര്യങ്ങൾ വരുമ്പോ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ആശങ്ക ഉണ്ടാവും. മാറി വരുന്ന ഒരു സർക്കാർ ഇതെല്ലാം നിർത്തിക്കളഞ്ഞാൽ ഞങ്ങൾ പ്രതിസന്ധിയിലാകില്ലേ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മളിപ്പോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അല്ല, അവിടെയാണ് ഇപ്പോ ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ അഴിമതിയെ കുറിച്ച് എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തമായ തെളിവുകളോടെ. പൊതുജന സമക്ഷമാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പക്ഷേ അത് ജനങ്ങളിൽ വേണ്ടത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ കൊണ്ടാണ്. എന്നാൽ ഈ UDF-ന് അന്ന് പ്രചരണ സമയത്ത് ഇതേ സംരക്ഷണം UDF വന്നാലും നൽകാനാകും എന്നുള്ളൊരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇല്ലേ? അപ്പൊ ആ സർക്കാർ കിറ്റ് കൊടുക്കുക, അങ്ങനെ, എന്നാൽ ആ PPE കിറ്റ് നൽകിയതിൽ പോലും അഴിമതി ചെയ്തവരാണ്. ചിന്തിക്കില്ല. അത് മാത്രമല്ല, അന്ന് പ്രചരണായുധമാക്കി കിറ്റ് നമ്മൾ കൊടുത്തു. ഞങ്ങളുടെ അടുത്ത് നിന്ന് കിറ്റ് വാങ്ങി ഇങ്ങനെയാ, അതായത് നമ്മൾ ആൾക്കാരെ താറടിക്കില്ലേ, കിറ്റ് വാങ്ങി തിന്നിട്ട് വോട്ട് മറ്റവർക്ക് കൊടുക്കാനിരിക്കുകയാണ്. നമ്മുടെ ലോക്കൽ ആ ഒരു രീതിയിലായിരുന്നു ജനങ്ങളെ ഇവർ അപ്രോച്ച് ചെയ്തത്. അപ്പോ കിറ്റ് വാങ്ങി കഴിച്ചില്ലേ, എന്നാ നാണം ഉണ്ടെങ്കിൽ വോട്ട് ഞങ്ങൾക്ക് തന്നെ ഇടണം എന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അതിനെ അതിജീവിച്ചൊരു പ്രചാരണം നടത്താൻ അത് സാഹചര്യം അതിന് അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ LDF സർക്കാർ വീണ്ടും രണ്ടാമത് ഭരണത്തിലേറിയത്. പക്ഷെ ഇപ്പോ ജനങ്ങൾക്ക് കൃത്യമായി ഒരു ബോധ്യം വന്നിട്ടുണ്ട്. ഈ രണ്ടാം പിണറായി സർക്കാരും ഈ ജനങ്ങളോട് കാണിച്ചത് എന്താണ്, ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്, ജനങ്ങളുടെ പൈസ എടുത്ത് ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ PR വർക്ക് ചെയ്യുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ ഈ പുതുയുഗ യാത്രയിലൂടെ VD സതീശനും കോൺഗ്രസിനും ടീം UDF-നും കഴിയുന്നു എന്നത് തന്നെ ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. കോൺഗ്രസിന്റെ യാത്ര അല്ലെങ്കിൽ VD സതീശൻ നയിക്കുന്നു എന്നുള്ളൂ. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയാണ്, പ്രതിപക്ഷ നേതാവാണ് നയിക്കുന്നത്. ഓരോ ജില്ലകളിൽ എത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ ജില്ല അല്ലെങ്കിൽ ഓരോ കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളുണ്ട്, UDF-ന്റെ നേതാക്കളുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, ഈ പറയുന്ന ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അതിനൊക്കെ അപ്പുറം ഘടകകക്ഷികൾ എല്ലാവരെയും ഒപ്പം കൂട്ടിക്കൊണ്ടാണ് ഈ യാത്ര പോകുന്നത്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിനും UDF-നും വളരെ ഈസി ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അത് അവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു പടല പിണക്കവും ഇല്ലാതെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നു, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 100 സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം.
അത് മറ്റൊന്നും കൊണ്ടല്ല, നിലവിലെ ഒരു അവസ്ഥ നോക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലുള്ള എന്താണ് തന്ത്രി അറസ്റ്റ് ചെയ്തതിനു ശേഷം ശബരിമല കേസ് എങ്ങനെ പോയി എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. PR ടീം പറയുന്നത് കേട്ട് വീടാന്തരം കയറി പാത്രം കഴുകി വീട് ഉൾപ്പെടെ വൈറലാക്കിയത്, 3 ജാഥകൾ നടത്തി, സർക്കാരിന്റെ പണം എടുത്ത് അല്ലെങ്കിൽ സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് PR വർക്ക് നടത്തി അത് പൊളിയുന്നത്. ഇതിനെല്ലാം അപ്പുറം നികേഷ് കുമാർ അവിടെ ഇരുന്ന് കാണിക്കുന്ന PR വർക്കുകൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാകുന്നത്. ഏറ്റവും അവസാനം ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടായ തകർച്ച, കത്രിക വയറ്റിന്ന് എടുക്കുമ്പോൾ ഒരു ഡോക്ടർ പറയേണ്ട മറുപടി അല്ല അവർ പറഞ്ഞത്. അവരിന്നും ഗവൺമെന്റിന്റെ സ്റ്റാഫ് അല്ല, എന്നിട്ട് നടപടി അവർക്ക് മാത്രമായിട്ടാണ് നടപടി വന്നിരിക്കുന്നത്. ആ സർജറി ചെയ്ത ഡോക്ടറിനെ ബാധിച്ചിട്ടില്ല, ആരോഗ്യ വകുപ്പിന്റെ മറ്റാരെയും അത് ബാധിച്ചിട്ടില്ല. ഇപ്പോ പൊതുജനങ്ങൾക്ക് മുന്നിൽ, അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ ലളിതാംബിക എന്നായിരുന്നു അവരുടെ പേര്, ആ ഡോക്ടർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. അവർക്കെതിരെ മാത്രമാണ് നടപടി വന്നിട്ടുള്ളത്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ആ സർജറി ചെയ്ത ഡോക്ടർക്കെതിരെ നടപടി വേണ്ടേ? ഇതൊന്നും ചെയ്യാത്ത ഒരു എന്റെ സൗവർണിക, ഈ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിന് ചെയ്തവർക്കെതിരെ നടപടി എടുക്കുന്നതല്ല മികവ്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ എത്രത്തോളം കരുത്ത് കാണിക്കുന്നു എന്നുള്ളതിലാണ് ആ ഒരു വകുപ്പ്. ഒരു പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെട്ട കേസ് നമുക്ക് മുന്നിലുണ്ട്. ഇത് അല്ലാതെ കോഴിക്കോട് ഒരു സംഭവമുണ്ട്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ സംഭവം ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വകുപ്പ് തന്നെ പരാജയം എന്ന് പറയാൻ ഇനി മറ്റേ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി പറയും പരാജയം അല്ലാത്തൊരു വകുപ്പ്, ചേച്ചി പറയും ആഭ്യന്തര വകുപ്പാണോ? അല്ല, ചേച്ചി പറയും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ വരൂ, പ്രതിഷേധിക്കാൻ വരൂ, എനിക്ക് പോലീസിന് വേണ്ട, പാർട്ടിക്കാരുടെ അകമ്പടി മതി. അപ്പൊ ആഭ്യന്തര വകുപ്പിൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് വിശ്വാസമില്ലേ? ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നാണ് ആഭ്യന്തരമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, അത് ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയുന്നതെല്ലാം ഇങ്ങനെ അവർക്കെതിരെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. യാഥാർത്ഥ്യം അതാണ്. അത് ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. ഇതിന്റെ അകത്ത് കോൺഗ്രസിനും UDFനും ചെയ്യാൻ പറ്റുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പോലെ വളരെ പെട്ടെന്ന് നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രഖ്യാപിച്ച് പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കാര്യം കാസർഗോഡ് നിന്ന് തുടങ്ങി പുതുയുഗ യാത്ര എറണാകുളം കഴിയുമ്പോൾ അതേ ജനപങ്കാളിത്തം നിലനിർത്താൻ VD സതീശന്റെ യാത്രയ്ക്ക് കഴിയുന്നുണ്ട്. അത് നൽകുന്ന സൂചന എന്താണ്? ഇനിയിപ്പോ അത് പത്തനംതിട്ടയിലോട്ടൊക്കെ പോകുമ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ജനപങ്കാളിത്തം കൂടുതലാകാനുള്ള സാധ്യതയാണുള്ളത്. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളതാണ് എന്ന് ഉള്ള രീതിയിലാണ്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ കോട്ട ഏതാണ്, അല്ലെങ്കിൽ CPMന്റെ കോട്ടകളിൽ പോലും കോൺഗ്രസും UDFും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആള് വരുമ്പോ നേതാക്കളടക്കം പറയുന്നത് ഇതിപ്പോ ഏതാണ് കോൺഗ്രസിന്റെ കോട്ട എന്ന സംശയം ഞങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ പോലും പറയുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് എത്തും വരെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജാഥ അവസാനിക്കുമ്പോൾ ഇതേ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വിജയമാണ്. എന്താണ്, ആദ്യഘട്ടം കോൺഗ്രസ് എന്തായാലും വിജയിച്ചു. ഈ കിട്ടിയ ജനപിന്തുണ ആദ്യഘട്ടത്തിലെ വിജയമായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇനി പടലപ്പിണക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നല്ല രീതിയിൽ പ്രചരണവും കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഈസി തെരഞ്ഞെടുപ്പാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നു. എത്രമാത്രം ആൾക്കാരാണ് വന്ന്, അതായത് വർഷങ്ങളായി അവരുടെ കെട്ടിക്കിടക്കുന്ന പരാതികൾ അപ്പൊ പറയും അത് ഭരിക്കുന്നത് UDF തന്നെ അല്ലായിരുന്നു, അപ്പൊ അവർക്ക് അത് പരിഹരിച്ചു കൊടുക്കാവുന്നില്ല. അപ്പൊ ഇവര് പുച്ഛിച്ചത് എന്തുകൊണ്ട് പറഞ്ഞിട്ടാണ്? ഒരു വില്ലേജ് ഓഫീസർ ചെയ്യാവുന്ന ജോലിയാണ് മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് രാപകലില്ലാതെ ചെയ്തു കൊടുത്തേ. ഇഷ്ടംപോലെ ആൾക്കാർ അതിന്റെ ഒരു സ്മരണയിലാണ്. ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് കണ്ണീർ പൊഴിച്ചവർ പലരും ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ പല പരിഹാരങ്ങൾ നേടിയവരായിരുന്നു. പക്ഷേ അന്ന് ഇവർ അതിനെ പരിഹസിച്ചെങ്കിലും ഇപ്പോ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പരാതി പരിഹരിക്കാനായിട്ട് ഇവരിറങ്ങി. ഇത് 10 കൊല്ലം ഭരിച്ചപ്പോഴും, 10 കൊല്ലം പോട്ടെ, ഈ 2ാം ടേമിൽ ഭരിക്കുമ്പോഴും ഇനിയും പരാതികൾ ബാക്കിയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാവുന്നത് മുഖ്യമന്ത്രി നേരിട്ട് പരിഹരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കിയവര് അതേ സംഭവം തന്നെ ഇവർ നടപ്പിലാക്കാൻ വന്നു. എന്നിട്ട് എത്ര പേർക്ക് പരിഹാരം കണ്ടു എന്നുകൂടി ഇവരൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കിടന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ അടക്കം നിരാശര എഴുന്നേറ്റ് പോകേണ്ടതില്ലേ? ആശാ വർക്കർമാര് സമരം ചെയ്തപ്പോ സ്ത്രീകളാണെന്ന ഒരു പരിഗണനയെങ്കിലും ഇവര് കൊടുത്തോ? സ്ത്രീപക്ഷ നിലപാടാണ് എന്ന് പറയുന്ന ഈ സർക്കാർ സ്ത്രീകളാണെന്ന് അല്ല, സ്ത്രീപക്ഷം, തൊഴിലാളി വർഗ പാർട്ടി, ഇതെല്ലാം എവിടെ പോയി അവർ സമരം ചെയ്തപ്പോൾ? അപ്പൊ അത് SUCIയുടെ സ്പോൺസേർഡ് സമരമാണെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് ഇവർ നോക്കിയത്. അല്ലാതെ അത് യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്കൊപ്പവുമല്ല, അവൾക്കൊപ്പവുമല്ല,
ഇവർ എപ്പോഴും പാർട്ടിക്കാർക്കും പാർട്ടിയുടെ തൽപര കക്ഷികൾക്കും ഒപ്പം മാത്രമാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.